പാരൻസ് എന്നോട് ചോദിക്കാറുണ്ട്, മോനെ പഠിപ്പിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? മാത്സ്, കോഡിങ്, ലോജിക് ഇതിനോടൊക്കെ അവനിക്ക് ഭയങ്കര താല്പര്യം വരാൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. സോ ഇന്നത്തെ വീഡിയോയിൽ ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് what we actually do at home with our son Ayaan. So let me introduce Ayaan. Ayaan ഇന്ന് ഗ്രേഡ് 5 പഠിക്കുന്നത്. ചെറുപ്പം തൊട്ടേ അവന് മാത്സ്, നമ്പേഴ്സ്, കോഡിങ്, ലോജിക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് അവനിക്ക് മാത്സിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ആ ഒരു ജെന്യൂൻ ലവ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്തതെന്ന് നോക്കാം. ആസ് പാരൻസ് നമുക്കറിയാമായിരുന്നു മാത്സും കോഡിങ്ങും ആയിരിക്കും ഇനി അങ്ങോട്ട് വേൾഡിനെ റൂൾ ചെയ്യാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇൻറ്റൻഷനലി നേരത്തെ തന്നെ ആ ഒരു എക്സ്പോഷർ നമ്മൾ അവന് കൊടുത്തിരുന്നു. പക്ഷെ സ്റ്റാർട്ടിങ് ഏജിൽ എന്ന് വെച്ചാൽ ഒരു 2-3 ഏജിലൊന്നും സ്ക്രീൻ തീരെ കൊടുത്തിട്ടില്ല. അതിന് പകരം Flintobox എന്ന് പറയുന്ന ഒരു മന്ത്ലി ആക്ടിവിറ്റി കിറ്റ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് തീംസോടുകൂടി വീട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു കിറ്റ് വരുന്ന സമയത്ത് അവൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് അതിലത്തെ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യുമായിരുന്നു. ലേറ്റർ ഓൺ നമ്മൾ നമ്പർ ബ്ലോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം ഖാൻ അക്കാഡമി കിഡ്സ്, അതായത് ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഫൺ ക്യാരക്ടേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റോറീസും പസിൽസും മാത്സും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഫ്രീ ആപ്പാണ്. സോ ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും എന്തായിരുന്നു, സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ലേണിംഗ് ടൂളായിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു എൻ്റർടൈൻമെൻറ്റ് ടൂളല്ല. പിന്നെ നമ്മൾ ചെയ്ത മറ്റൊരു കാര്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളതായിരുന്നു. അയാൻ സ്റ്റെം ലാബ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ. അതിൻ്റെ പേർപ്പസ് മറ്റൊന്നുമല്ല, മോന് പഠിക്കുന്ന കാര്യങ്ങൾ അവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. സോ അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു അപ്രീസിയേഷനാണ്, നമുക്കതൊരു മെമ്മറി ഫോർ എവർ. സോ ഈ ഒരു പ്രോസസ്സ് അവൻ്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അതുപോലെ നന്നായിട്ട് തിങ്ക് ചെയ്യാൻ അവനെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഒരുപാട് സ്കിൽസ് അതിലൂടെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. ലേറ്റർ ഓൺ നമ്മൾ കോഡിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൈത്തൺ നമ്മൾ ചെറിയ കുട്ടികൾക്ക് പൈത്തൺ എന്തായാലും ഫസ്റ്റ്ലി കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ ScratchJrഉം അതുപോലെ code.orgയിലൊക്കെ ഒരുപാട് അവൻ വർക്ക് ചെയ്ത് അവൻ്റെ ബേസ് ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഇപ്പോൾ അവൻ പൈത്തണിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. മാത്സിൽ നല്ലൊരു സ്കില്ല് വേണമെങ്കിൽ നന്നായിട്ട് നമ്മൾ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ അവനക്കൊരു 1-on-1 ട്യൂഷൻ എന്നുള്ള രീതിയിൽ QMathൽ ഒരു ട്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ IXL ഒരുപാട് പ്രോബ്ലംസ് അവൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി അവന് ഗ്രേഡ് 7 XandY ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ അതിലും ഒരുപാട് മാത്സ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി കൂടുതൽ എക്സ്പോഷർ കൊടുക്കുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ കൂടുതൽ ഡെവലപ്പ് ആവുക, കൂടുതൽ സ്കിൽഡ് ആവുക. സോ അത് തന്നെയാണ് നമ്മൾ ബിലീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും പ്രോബ്ലംസ് മോനെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്നത്. സോ ബേസിക്കലി നമ്മളെപ്പോഴും ടെക്നോളജി എന്ന് പറയുമ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ ടൂളായിട്ടാണ് നമ്മൾ കാണുക, അല്ലേ? പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്രിയേറ്റിവിറ്റി ടൂളായിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ പ്ലേസ് ഫോർ ക്രിയേറ്റിവിറ്റി. നമ്മുടെ കുട്ടികൾ ഒരു ടെക്നോളജിയുടെ കൺസ്യൂമേഴ്സ് അല്ല, മറിച്ച് അതിൻ്റെ ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറണം. സോ ഈ ഒരു കൾച്ചറാണ് നമ്മൾ വീട്ടിൽ ഡെവലപ്പ് ചെയ്യാൻ ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാനും പഠിപ്പിക്കാനും ഒക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇതിൽ സീക്രട്ട് ഇത്രയേ ഉള്ളൂ, കൂടുതൽ എക്സ്പോഷർ കൊടുക്കുക, കുട്ടികൾക്ക് നന്നായിട്ട് എക്സ്പോഷർ കൊടുക്കുക. സോ അവരതിൽ ബെസ്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര പുഷ് ചെയ്ത് ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല, അത് അവരെ ഒരു കളിയിലൂടെ നമ്മൾ ചെയ്യിപ്പിക്കണം. സോ മാത്സ് പോലെയുള്ള സബ്ജക്റ്റൊക്കെ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവും. അവർക്ക് ഒരു സബ്ജക്റ്റ് മാത്രമായിരിക്കില്ല, അതൊരു സൂപ്പർ പവർ തന്നെയായിരിക്കും. So that's all for today. Thank you.